ഞാൻ രാജലക്ഷ്മി പിള്ളൈ, കൊച്ചിയിൽ നിന്ന്, ഇന്ദിരാഗാന്ധിയിൽ നിന്ന്. ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്ന ടോപ്പിക്ക് BHIC 134-ന്റെ യൂണിറ്റ് 10 ആണ്. ഈ യൂണിറ്റ് 10-ൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയിലുള്ള ആ ഇൻട്രസ്റ്റ് നാഷണലായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സമയത്ത്, അതായത് കൊളോണിയൽ സിസ്റ്റം ഉള്ള സമയത്ത് അത് ഇക്കണോമിക്കലായിട്ട്, പൊളിറ്റിക്കലായിട്ട്, സോഷ്യലായിട്ട് ഏതൊക്കെ ചേഞ്ചസ് ആണ് വന്നത്. അത് അവര് കൊളോണിയൽ ബ്രിട്ടീഷ് ട്രേഡേഴ്സ് അല്ലെങ്കിൽ ബിസിനസ്സുകാര് ഇതിനെ എങ്ങനെയാണ് ഒപ്രസ് ചെയ്ത് ക്ലാസ് ഓഫ് ഇന്ത്യയിലുള്ള ആൾക്കാരെ അവരുടെ ആവശ്യത്തിന്, അവരുടെ സൗകര്യത്തിന് മാറ്റിയെടുക്കും. അതേമാതിരി അവർക്ക് വേണ്ട ബിസിനസ്സിന് വേണ്ട സഹായ സഹകരണങ്ങൾ നമ്മളുടെ സൈഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല എക്കണോമിക്കലി, സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പൊളിറ്റിക്കലും അല്ലെങ്കിൽ ഇതുവരും അവർക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടണം. അതായിരുന്നു അവരുടെ ആദ്യത്തെ നോട്ടം. അതിൽ ഏതൊക്കെ വിധത്തിൽ എങ്ങനെയൊക്കെ കൊണ്ടുപോയാൽ അവർക്ക് എത്രത്തോളം മാക്സിമം ആയിട്ടുള്ള ഒരു ലാഭം കിട്ടും. അവർ ബേസിക്കലി ബിസിനസ്സുകാരല്ലേ, അപ്പൊ അവർക്കാണ് അതാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ ആ ആവശ്യത്തിന് വേണ്ടി ഇവിടെ ചെയ്തിട്ടുള്ള എന്താണ്, ഒരു അഡ്മിനിസ്ട്രേഷൻ കൊണ്ടു, യൂണിഫോം സിസ്റ്റത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ, എല്ലാം ഒരേമാതിരി ഒരു അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവരാണ്. ഈ അഡ്മിനിസ്ട്രേഷൻ വരുമ്പോൾ അവര് ആദ്യമായിട്ട് നമ്മൾ കാണാൻ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇവിടെ നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ആ സമയത്ത് ഇംഗ്ലീഷ് ഇല്ല. അപ്പോ അതേസമയം അവർക്ക് നമ്മളുടെ ലാംഗ്വേജസ് റീജിയണൽ വൈസ് നോക്കുകയാണെങ്കിൽ പല ലാംഗ്വേജസ് ഉണ്ട്. അപ്പൊ കമ്മ്യൂണിക്കേറ്റ്, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷന്റെ ആവശ്യമുണ്ട്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് സാൻസ്ക്രിറ്റോ ഉറുദുവോ ഹിന്ദിയോ പഠിക്കാൻ താല്പര്യക്കുറവുണ്ട്. അത് മാത്രമല്ല നടക്കില്ല. അതിനെക്കാട്ടിൽ ഭേദമായിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ എന്താ വരുന്ന ബെനിഫിറ്റ്? ഇംഗ്ലീഷ് സംസാരിക്കാനും ഇവിടത്തെ ഇന്ത്യൻസ്, നമ്മളുടെ ആൾക്കാർ പെട്ടെന്ന് ലാംഗ്വേജസ് പെട്ടെന്ന് പഠിക്കും. അല്ലെങ്കിൽ തന്നെ നമ്മളുടെ ഇന്ത്യക്കാർക്ക് പഠന കാര്യത്തിൽ വളരെ വളരെ കുറച്ച് മുന്നിലാണ്. നമുക്ക് അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് അതിനെ പ്രാക്ടീസ് ചെയ്ത് പിന്നെയും പല പ്രാവശ്യവും പ്രാക്ടീസ് ചെയ്ത് അതിൽ നമുക്കൊരു ഇപ്പോഴും നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇന്ത്യയിലുള്ള മാതാപിതാക്കള് മക്കളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ കുഞ്ഞ് ജനിച്ച് ഒരു 3 മാസം 4 മാസം തുടങ്ങുമ്പോൾ തന്നെ പഠിക്കൽ തുടങ്ങും. അപ്പൊ നമ്മൾ അവിടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പഠനത്തിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് മനസ്സിലാക്കാം. അപ്പൊ ഈ ലാംഗ്വേജ്, പുതിയതായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇവിടെ സ്ഥാപിക്കുകയും ആ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കൂടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ, അപ്പൊ എന്ത് പറ്റും, യൂറോപ്യൻ ട്രേഡർക്കും ഇന്ത്യൻ സെല്ലർക്കും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ജമീന്ദാർക്കും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള അടുത്ത ആരാണോ, അതായത് അഡ്മിനിസ്ട്രേഷനുമായിട്ട് അടുത്തിട്ടുള്ളവര്, ക്ലർക്ക് ശരി, പ്യൂണായാലും ശരി, കുറച്ചെങ്കിലും ഇംഗ്ലീഷ് പഠിക്കും. അപ്പൊ എന്ത് പറ്റും, ഇവർക്ക് സ്മൂത്ത് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ നടത്താൻ പറ്റും. പിന്നെ എല്ലാ സ്ഥലത്തിലും യൂണിഫോം ആയിട്ടാണ് അഡ്മിനിസ്ട്രേഷൻ പോയിട്ടുള്ളത്. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ ബോംബെയിലായാലും ശരി, സൂറത്തിലായാലും ശരി, ബംഗാളിലായാലും ശരി, മദ്രാസിലായാലും ശരി, സിസ്റ്റം ഈസ് ദ സെയിം. അപ്പൊ അവർക്ക് കൂടുതലായിട്ട് നമുക്ക് വലിയ പ്രാരബ്ധം ഇല്ലാണ്ട് അവരുടെ വർക്ക്, അവരുടെ പണികൾ ക്ലീൻ ആയിട്ട് പോകും. പിന്നെ അപ്പൊ അതിനാണ് നമ്മൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇവിടെ കൊണ്ടുവന്നത്. അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അതിന്റെ പിൽക്കാലത്ത് അത് നമുക്ക് വളരെ പ്രയോജനപ്പെട്ടു. കാരണം എങ്ങനെയാണ് നമുക്ക് അതിന് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, നമ്മുടെ ആൾക്കാര് ഇംഗ്ലീഷ് ആംഗ്ലേയ ഭാഷയിൽ കൂടെ പഠിച്ചത് കൊണ്ടുള്ള പ്രയോജനം അതെന്താന്ന് വെച്ചാൽ, അവര് ഇംഗ്ലീഷ് ഭാഷയിൽ കൂടെ പഠിക്കുകയും അതുമാതിരി കൂടുതൽ മേൽപ്പടിപ്പ് അല്ലെങ്കിൽ കൂടുതൽ പഠിപ്പ് വേണ്ടി ഇംഗ്ലണ്ടിൽ പോകുന്നു. ഈവൻ ഗാന്ധിജി തന്നെ ഇംഗ്ലണ്ടിലാണ് പോയിട്ട് ലോ പഠിച്ചിട്ട് വരുന്നത്. അപ്പോ അവിടെ പോയി, അതുകൊണ്ടല്ലേ പോകാൻ പറ്റിയത്. അതേമാതിരി രാജാ റാംമോഹൻ റോയ്. അപ്പൊ അങ്ങനെ പോയി പഠിച്ചു കഴിയുമ്പോൾ അവരവിടെ കാണുന്ന ഒരു വ്യത്യാസം,
അവിടുത്തെ അഭിപ്രായങ്ങൾ അവരെ ഡെമോക്രാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുപോകുന്നത് അത് തന്നെയാണോ ഇവിടെ നടന്ന് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇല്ല. അങ്ങനെയാണ് നമ്മൾക്ക് നാഷണൽ മൂവ്മെന്റിൽ ഇതിന്റെ ഇൻഫ്ലുവൻസ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, റെയിൽവേസ്, പ്രിന്റിംഗ് പ്രസ്, ഇതൊക്കെ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്സിനെ കത്ത് മുഖാന്തരം അയക്കുക. ടെലിഗ്രാഫിക് ആ കാലഘട്ടത്തിൽ ഈ യൂറോപ്യൻ കൺട്രികളില്, അത് പ്രത്യേകിച്ച് ഇംഗ്ലണ്ടില് ഈ സയൻസ് ആൻഡ് ഡെവലപ്മെന്റ് കൂടുതലായതുകൊണ്ട് അവർക്ക് ഇതൊക്കെ, നമ്മുടെ നാട്ടിൽ തപാലൊക്കെ ആൾക്കാരാണ്, ദൂതന്മാരാണ് പോകുന്നത്. പക്ഷെ ഈ ടെലിഗ്രാമോ റെയിൽവേസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും, അപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഫാസ്റ്റ് ആയിട്ട് കുറച്ചുകൂടെ സ്പീഡിൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടക്കാൻ പറ്റും. സാധനങ്ങൾ പെട്ടെന്ന് റെയിൽവേസ് മുഖാന്തരം ലോഡായിട്ട് കൂടുതൽ സാധനങ്ങൾ ഒരു പോർട്ടിൽ നിന്ന് പാടത്തേക്കും, പാടത്തിൽ നിന്ന് ഷിപ്പ് ഹാങ്കറിങ് ചെയ്തിട്ടുള്ള പോർട്ട് വരെ എത്തിക്കാൻ പറ്റും. പിന്നെ ഇത് കൂടാണ്ട് ഇവര് ചെറിയ ചെറിയ ലേഖനങ്ങൾ പ്രിന്റിംഗ് പ്രസ് വഴി ലേഖനങ്ങളായിട്ടും ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ഇവർക്ക് ഒരു അഡ്മിനിസ്ട്രേഷൻ, അവരുടെ ഡെയിലി ഉള്ള വർക്കുകൾ പ്രത്യേകിച്ച് നന്നായിട്ട് പോകുന്നു. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഇത് മിഡിൽ ക്ലാസ്സില്, അതായത് വലിയ ജമീന്ദാറല്ല, തീരെ താഴെയുള്ള പാടത്ത് പണിയെടുക്കുന്ന കർഷകരുമല്ല, ഒരു കുറച്ച് എഡ്യൂക്കേഷൻ കിട്ടിയവര് അല്ലെങ്കിൽ പഠിപ്പ് കിട്ടിയവര്, അവര് അതായത് രണ്ടിനും മിഡിലായിട്ട് നിൽക്കുന്നവരാണ് നമ്മൾ മിഡിൽ ക്ലാസ് എന്ന് പറയാം. ജമീന്ദാറും അല്ല കർഷകനും അല്ല, പക്ഷെ ചെറിയ ചെറിയ ജോലികളും ചെറിയ ചെറിയ കുറച്ച് പഠിത്തവും ഉണ്ട്, അതിന്റെ അനുസരിച്ചിട്ടുള്ള ജോലി ചെയ്യുന്നവരാണ് നമ്മൾ മിഡിൽ ക്ലാസ് പറയുന്നത്. ഇവരിൽ കൂടെയാണ് കൂടുതലായിട്ട് നാഷണലായിട്ട് നമുക്ക് നമ്മുടെ ഒരുമയെ പറ്റി നമുക്ക് മനസ്സിലാക്കുന്നത്. അത് പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ടീച്ചേഴ്സ്, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും പഠിക്കുന്ന കുട്ടികളുടെ മനസ്സിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അത് പെട്ടെന്ന് അവരെ ഗ്രാസ്പ് ചെയ്യും. അപ്പോ ഈ കൂടുതലായിട്ട് ടീച്ചേഴ്സ് പഠിച്ചിട്ടുള്ളവര്, സാൻസ്ക്രിറ്റ് ആയാലും ശരി, ഏത് ഭാഷയായാലും ശരി, ടീച്ചേഴ്സ് എല്ലാ സൊസൈറ്റിയിലും ഒരു പ്രത്യേകമായ ഒരു സ്ഥാനം ഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. യങ് മൈൻഡിനെ മോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ് ടീച്ചേഴ്സ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിൽ പറയുന്നത് മാതാപിതാ ഗുരു ദൈവം. തേർഡ് സ്ഥാനം ഗുരുവാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ദൈവത്തിന്റെ സ്ഥാനം വരുന്നത്. അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ സ്ഥാനം ഗുരുവിനാണ്. അപ്പൊ ഈ പഠിപ്പ് കൊണ്ട് പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ക്ലർക്കുമാരായിക്കോട്ടെ, ആരായാലും ആ റീഫോംസ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവുണ്ടാവും. അത് ഉപയോഗപ്പെടുത്താനും പറ്റും. ഇങ്ങനത്തെ റീഫോംസ് കൊണ്ടുവരുമ്പോൾ സോഷ്യലി മനുഷ്യന്റെ മനസ്സിൽ ഒരു ഒരുമ, ഇന്ത്യ ഒറ്റയ്ക്ക് നിൽക്കണം, ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ഒരു കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഇതേ കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത് ഡിസൈൻസിലും. ഏതൊക്കെ വിധത്തിലും അവർ എങ്ങനെയാണ് ഈ അതായത് ഇടനില മിഡിൽ ക്ലാസ് ആൾക്കാർ തന്നെയാണ് എത്രത്തോളം അവര് ബ്രിട്ടീഷ് ട്രേഡേഴ്സ് നമ്മളെ ചൂഷണം ചെയ്തു, അതിനെപ്പറ്റി വിശകലനം ചെയ്തിട്ട് അതിന്റെ വരുംവരായികൾ എന്തായിരിക്കും, എന്തിനു വേണ്ടി അവർ ചെയ്തു, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ചെയ്തു, എന്തിനാണ് അവർക്ക്, എത്രത്തോളം അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നു, എത്രത്തോളം നമുക്ക് നഷ്ടം വരുന്നു, നമ്മളുടെ സാധനങ്ങൾക്കൊന്നും വിലയില്ലാണ്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മളുടെ സാധനങ്ങൾ ഇവിടെ നാട്ടിൽ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്, കോട്ടൺ കൾട്ടിവേഷനും ഇൻഡിഗോ കൾട്ടിവേഷനും വരുമ്പോൾ അത് ഊണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കർഷകരെ ടെംപ്റ്റ് ചെയ്ത്, കർഷകർക്ക് ബെയ്റ്റ് ഇട്ട് കൊടുത്ത് ടെംപ്റ്റ് ചെയ്ത് അവരെ കൊണ്ട് നിങ്ങൾ ഇൻഡിഗയോ കോട്ടനോ ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമം വരുന്നു. അപ്പൊ ഇവരെന്താ ചെയ്യുവെച്ചാല് ഈ പഠിപ്പ് കിട്ടിയ കൊണ്ടും മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാര്, ഡോക്ടേഴ്സ് ഉണ്ട്, കവികളുണ്ട്, എഴുത്തുകാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, സാധാരണ അഡ്മിനിസ്ട്രേഷനിലുള്ള പല ലെവലിലുള്ള ഓഫീസേഴ്സ് ഉണ്ട്. വലിയ ഓഫീസർ ഉണ്ട്, മിഡിൽ ലെവൽ ഓഫീസർ ഉണ്ട്, ക്ലാർക്ക് ഉണ്ട്, ജഡ്ജി ഉണ്ട്, അഡ്വക്കേറ്റ് ഉണ്ട്. ഇവരൊക്കെ മിഡിൽ ക്ലാസ്സിൽ ഗ്രൂപ്പിൽ വരുന്നവരാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ കൂടെ അവരുടെ അറിവിനെ അടുത്ത ജനറേഷന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതേമാതിരി തന്നെ അവര് പഴയ ആൾക്കാര് ഇതിനെപ്പറ്റി ഈ കർഷകനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ
അറിവില്ലാത്തവർക്ക് ഇതിന്റെ വരും വരായികളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ഒരു അവയർനെസ്, ഒരു എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയി പോയത്, അല്ലെങ്കിൽ എന്താണ് അവർ നമ്മളിൽ നിന്ന് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കോൺഷ്യസ്നെസ്, ഒരു ഒരു അവലോകനം മനസ്സിലാക്കി കൊടുത്ത് അതിനെ അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് വളരെ നല്ലൊരു വർക്കാണ് ഈ മിഡിൽ ലെവലിലുള്ള ആൾക്കാർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു ഒറ്റുമയെ കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയുടെ നമ്മുടെ നാട് എന്നുള്ള ഒരു സ്നേഹം ഉണ്ടാക്കാനാണോ ഈ ഗ്രൂപ്പിന് വളരെ വളരെ കാര്യമായിട്ടുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ 2 പോളിസികൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാ 2 പോളിസികൾ? ഏതാണ് ഈസി ആയിട്ടുള്ള 2 പോളിസികൾ നോക്കാം. പോളിസി എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, കവികളുണ്ട്, പത്രാധിപരുണ്ട്, ആർട്ടിക്കിൾസ് എഴുതുന്ന എഴുത്തുകാരുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ എപ്പോഴും തൂലികയിൽ കൂടെ വരുന്നത്, നമ്മൾ പറയാറുണ്ട് വാളിനെക്കാട്ടിലും മൂർച്ചയുണ്ട് തൂലികയ്ക്കെന്ന്. കാരണം എഴുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇഫക്റ്റീവ് ആണ്. അത് നമ്മൾക്ക് എന്താ പറയാ, മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അറിവ് വിശകലനം ചെയ്താണ് ആ പുസ്തകം എഴുതി പോകുന്നത്. അത് ആ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി എഴുതുന്ന സമയത്ത് അവര് ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് എഴുതി വരിക. അല്ലെങ്കിൽ ഈ പുസ്തകത്തില്, പേപ്പറില്, ന്യൂസ് പേപ്പറില് പത്ര സ്വാതന്ത്ര്യം എന്ന് പറയും. പത്രം പബ്ലിഷ് ചെയ്യാനും പത്രത്തിലെ കൂടെ നമ്മുടെ അറിവിനെ, നമുക്ക് മനസ്സിൽ തോന്നുന്ന അറിവിനെ, നമ്മൾ അറിഞ്ഞിട്ടുള്ള അറിവിനെ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയതിനെ അടുത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ വളരെ എളുപ്പമായിട്ട് പത്രം വായിക്കാൻ പറ്റും, പത്രത്തിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ പത്രം കൊണ്ടും കൂടെ അവര് നമ്മുടെ ആൾക്കാരുടെ, അതായത് കൂട്ടമായിട്ട് അല്ലെങ്കിൽ ജനതയെ, ഇന്ത്യൻ ജനതയെ അല്ലെങ്കിൽ ഉദ്ധരിച്ചത് ഈ എഴുത്തുകാരാണ്. ഈ എഴുത്തുകാര് അവര് നല്ലതും എഴുതും ചീത്തയും എഴുതും. അവർക്ക് ഒരു ഭയമില്ലാണ്ട് എഴുതാനുള്ള സ്വാതന്ത്ര്യം വേണം. അതാണ് നമ്മൾ പത്രസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ പത്രസ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഏത് എഴുത്തുകാരൻ എഴുതിയാലും അയാളുടെ അഭിപ്രായമാണ് എഴുതുന്നത്. അത് ആ അഭിപ്രായത്തിനെ ഏത് വിധത്തിൽ വേണമെങ്കിലും മാറ്റി നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ തള്ളിക്കളയാം. രണ്ടാമത്തെ ഒരു പോളിസി എന്ന് പറയുമ്പോൾ ഇവര് അവലംബിച്ച അല്ലെങ്കിൽ ഇവര് ഉപയോഗിച്ച ഈ പോളിസികളാണ് ഞാനിപ്പോ പരാമർശിക്കുന്നത്. 2 പോളിസികൾ. ആദ്യത്തെയാണ് പത്രം. രണ്ടാമത്തേത് പറയുമ്പോഴത്തേക്കും ഒരു ഓർഗനൈസേഷൻ, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അസോസിയേഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സൊസൈറ്റീസ് ഉണ്ടാക്കുക. നമ്മൾ പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് നിന്നാ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും സക്സസ് ആവില്ല. പക്ഷെ അത് ഗ്രൂപ്പായാൽ, ഒരുമിച്ച് നിന്ന് ഒരേ തരത്തിൽ ചിന്തിക്കുന്നവരായിരിക്കണം, ഒരേ തരത്തിൽ ഈ ഇതിനെപ്പറ്റി അനുഭവിച്ചിട്ടുള്ളവരായിരിക്കണം. അവരുടെ അനുഭവങ്ങളാണ് ഈ സൊസൈറ്റി കൂടെ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഒരേ തരത്തിൽ നമുക്ക് നന്മ വേണമെന്ന് തോന്നുന്നവര്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള വേവ് ലെങ്ത് എന്ന് പറയാം, ബുദ്ധിയിൽ അവർക്ക് ഒരേ മാതിരി തോന്നുന്നവര്. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പിസം കൊണ്ടുവന്ന് ആ ഗ്രൂപ്പിൽ മെമ്പർ ആവുകയും ആ മെമ്പറിന്റെ കൂടെ നിൽക്കുമ്പോൾ പല ഡിബേറ്റുകളും ചർച്ചകളും വിമർശനങ്ങളും കേട്ട് നമുക്ക് കുറച്ചുകൂടെ ജ്ഞാനം ഉണ്ടാകും. അതിന്റെ കൂടെ ആ പ്രോഗ്രാമിൽ കൂടെ, സൊസൈറ്റിയുടെ പ്രോഗ്രാമിൽ കൂടെ അല്ലെങ്കിൽ ജോയിന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ കൂടെ ഇപ്പൊ ഒരു മീറ്റിംഗ് നടത്തുന്നു, മീറ്റിംഗ് നടത്തി ഡിസൈഡ് ചെയ്യാണ്. നമ്മൾ നേരത്തെ ഈ അവസാന കാലഘട്ടത്തിൽ ഗാന്ധിജി പറയുന്നുണ്ട് ഡു ഓർ ഡൈ എന്ന്. ഒന്നില്ലെങ്കിൽ മരിക്കുക, അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം തേടുക. അപ്പൊ അങ്ങനെ ഒരു ജ്ഞാനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരുമ, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളെ ഒരുമിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് ഈ അസോസിയേഷനും ഈ സൊസൈറ്റികളെയും അവർ ഫോം ചെയ്തു. പല സൊസൈറ്റികൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ സൊസൈറ്റി മുഖാന്തരം അറിവിനെ പകർന്നു കൊടുത്ത് അവരുടെ ജ്ഞാനത്തിനെ ഒന്നുകൂടെ തെളിച്ചു കൊടുത്ത് കൊണ്ടുവരികയാണ് അവർ ചെയ്തിട്ടുള്ളത്, ഈ രണ്ടാമത്തെ പോളിസി. ഇനി ആദ്യ കാലഘട്ടങ്ങളിൽ എഴുതിയിട്ടുള്ളത് റൈറ്റേഴ്സ് ആരൊക്കെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ വർക്കിനെ പറ്റിയും. രാംമോഹൻ റോയ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങളിൽ രാംമോഹൻ റോയ് ഇതിന്റെ സമന്ത കൗമുദി, അത് ബംഗാളി ഭാഷയിലുള്ളതാണ്. ഇതിൽ കൂടെ സ്വന്തം അഭിപ്രായങ്ങൾ പറയുക. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഹിന്ദുയിസത്തിൽ നടക്കുന്ന
പ്രോബ്ലംസ്, അല്ലെങ്കിൽ രാജ്യത്ത് ഹിന്ദുസോ മുസൽമാനോ അനുഭവിച്ചു കൊണ്ടുവരുന്ന വ്യത്യാസങ്ങൾ എല്ലാ പുസ്തകത്തിൽ കൂടെ കൊണ്ടുവരുമ്പോഴത്തേക്കും ബംഗാളി ഭാഷയിൽ എഴുതിയത് കൊണ്ട് എന്താ ബംഗാളി ഭാഷയിൽ എഴുതുന്നത് കൊണ്ട് ഉള്ള ഉപയോഗം? ബംഗാളി ഭാഷയിൽ എഴുതുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ സൗകര്യമായിട്ട് മനസ്സിലാകും. അതിപ്പോ ഏത് റീജിയണൽ ലാംഗ്വേജിൽ, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ നമ്മൾ ഇതേ സബ്ജക്റ്റ് ഇംഗ്ലീഷിൽ പറയുന്നതിനെക്കാട്ടിലും കുട്ടികൾക്ക് മലയാളത്തിൽ ഞങ്ങൾ ഇത് ഹിസ്റ്ററി എടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു സൗകര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് ഒരൊറ്റ കാരണം കൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു തീം കൂടെ കൊണ്ടുവന്നത്. പല ലാംഗ്വേജിലും സബ്ജക്റ്റിനെ പല ലാംഗ്വേജിലെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ പഠിക്കുന്ന കുട്ടികൾക്കായാലും ശരി, കേൾക്കുന്നവരായാലും ശരി, പരീക്ഷ എഴുതാൻ പോകുന്നവരായാലും ശരി, അവർക്ക് ജ്ഞാനം അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള അറിവ് കുറച്ചുകൂടെ സൗകര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ രാംമോഹൻ റായ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതി. സാമന്ത് കൗമുദിയാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിൽ കൂടെ അങ്ങേര് പല പല ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ട് എന്തിനാണ് ഇവിടെ വന്നത്, എന്താണ് അവരുടെ ഉദ്ദേശം, എന്താണ് അവർ ഗെയിൻ ചെയ്യാൻ തയ്യാറെടുക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഇവിടെ ഇത്രയും ദൂരം നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ വന്ന് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് ഏതൊക്കെ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നു, സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ ഉള്ള കാര്യങ്ങൾ. ഇനി ദീനബന്ധു മിത്ര എഴുതുന്നത് പ്ലേ ആണ്. പ്ലേ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പറയാം നാടകം, നീൽ ദർപ്പൺ എന്നുള്ള നാടകം. നാടകത്തിൽ കൂടെ നമ്മൾ ഈ റോട്ടിലൊക്കെ കണ്ടല്ലേ തെരുവ് നാടകം. അപ്പൊ എന്താന്ന് വെച്ചാല് ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അനുഭവിച്ച, അതായത് കർഷകർ ഏത് കർഷകരാണ്? ഇൻഡിഗോ പ്ലാന്റേഷൻസ്, അല്ലെങ്കിൽ ഇൻഡിഗോ എന്ന് പറയുന്ന നീലം മാതിരിയുള്ളത്, അത് ഡൈ ആണ്, ഒരു തരപ്പ് ഡൈ ആണ്, പർപ്പിൾ കളറിലുള്ള ഒരു ഡൈ ആണ്. ആ ചെടീനെ വളർത്തിയെടുക്കുന്നവരാണ് ഇൻഡിഗോ കൾട്ടിവേറ്റേഴ്സ്. കാരണം ഈ ഇൻഡിഗോന് കോട്ടണിൽ കൂടെ മിക്സ് ചെയ്തിട്ട് അവർക്ക് കളറിങ്ങിന് അവരുടെ ആ ഫാക്ടറിയിൽ ഇത് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ കുറച്ച് ഇൻഡിഗോയ്ക്കും കോട്ടനും നല്ല പ്രൈസ് കൊടുത്ത് മേടിക്കുമ്പോൾ ഏത് കർഷകനും തോന്നും എന്തുകൊണ്ട് എനിക്കും ഇത് ചെയ്തുകൂടാ. അങ്ങനെ കർഷകന്മാര് അവരുടെ കൃഷിയിൽ സാധാരണ പോകുന്ന കൃഷിയിൽ നിന്ന് മാറി അവര് ധാന്യങ്ങൾ വിട്ട് കോട്ടനും ഇൻഡിഗോവും കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൃഷി ചെയ്ത് വരുമ്പോൾ ഇവർക്ക് എന്താ പറ്റുന്നത്? നാട്ടിൽ ഭക്ഷണമില്ല, കോട്ടനോ ഇൻഡിഗോ എടുത്ത് കഴിക്കാൻ പറ്റില്ല, ഭക്ഷണമില്ല, പട്ടിണി മരണം. അതാണ് അതിന്റെ അവസാനം, പട്ടിണി മരണം വരുന്നു. പിന്നെ അടുത്ത കാലഘട്ടത്തിൽ നോക്കുന്ന എന്താ വെച്ചാല് ഈ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരും. എല്ലാ കർഷകന്മാരും ഇതിലേക്ക് വരുമ്പോൾ പ്രൊഡക്ഷൻ കൂടുതൽ പ്രൊഡക്ഷൻ ആകുമ്പോൾ അവരുടെ വരുമാനം കുറയും. അപ്പോഴും പട്ടിണിയായി. ഊണ് കഴിക്കാനുള്ള അരിയില്ല, ധാന്യങ്ങളില്ല, ബാജറ ഇല്ല, ചോളമില്ല. അപ്പോ പിന്നെ ഇന്ന് ഈ കോട്ടനും ഇൻഡിഗോയും കഴിക്കാൻ പറ്റില്ല, അപ്പൊ പട്ടിണിയായി. അപ്പൊ ഇതിനെ നമ്മൾ ദർശന രൂപത്തിൽ, അല്ലെങ്കിൽ കേൾവിയിലല്ല അനുഭവിക്കുകയല്ല, ദർശന രൂപം. നാടകം എന്ന് പറയുന്നത് ദർശിക്കുകയാണ്. ആൾക്കാരുടെ പ്രോബ്ലത്തിനെ, അല്ലെങ്കിൽ ആൾക്കാർ അനുഭവിക്കുന്ന കഷ്ടതയെ, ഇൻഡിഗോ പ്ലാന്റേഷന്റെ കൾട്ടിവേഷൻ ചെയ്യുന്ന കർഷകന്റെ വിഷമത്തിനെ അവര് നാട്ടിൽ ഒരു മനസ്സിലാകത്തക്ക വിധത്തിൽ, സാധാരണമായിട്ടുള്ള കർഷകർക്ക് പെട്ടെന്ന് പുസ്തകം വായിക്കാൻ പറഞ്ഞ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, മനസ്സിലാവില്ല. പിന്നെ ദർശന രൂപത്തിൽ, അന്നത്തെ കാലത്ത് ഈ ടിവിയോ സിനിമയോ ഒന്നും ഇല്ലല്ലോ, അപ്പൊ നാടകമാണ് ഏറ്റവും സൗകര്യമായത്. അങ്ങനെയാണ് ചെയ്തു കൊടുത്തിരുന്നത്. ബങ്കിം ചന്ദ്ര ഇതേമാതിരി തന്നെ മാക്സിം ഇതേ നാഷണൽ ആയിട്ടുള്ള ഇഷ്ടത്തിനെ പറ്റി, നമ്മളുടെ നാട് ഒരുമിച്ച് കൊണ്ടുവരണം എന്നുള്ളതിനെ പറ്റിയും ബങ്കിം ചന്ദ്ര എഴുതിയിട്ടുണ്ട്. അതും ബംഗാളി ഭാഷ. ഇനി ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് കാണുന്നുണ്ട്. അതേമാതിരി പീരിയോഡിക്കൽസിൽ തന്നെ ആഴ്ചയിൽ 1, 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് അങ്ങനെ വരുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് പീരിയോഡിക്കൽസ് പറഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് മനസ്സിലാവും. നമ്മൾ മനോരമ മാഗസീൻ അല്ലെങ്കിൽ വനിത അങ്ങനെയൊക്കെ അതിനെയാണ് പീരിയോഡിക്കൽസ് എന്ന് പറയാം. ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് ദിനം വരുന്ന പത്രമാണ് ന്യൂസ് പേപ്പർ. ഇത് ഇംഗ്ലീഷിലും ബാക്കിയുള്ള ലാംഗ്വേജിലും കൊണ്ടുവരുന്നു.
ഇംഗ്ലീഷ് മാത്രമല്ല, ഇംഗ്ലീഷ് പത്രം മാത്രമല്ല, വെർനാക്കുലർ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അതാത് രാജ്യത്തുള്ള ലാംഗ്വേജ്. ഇപ്പൊ ഇവിടെ മനോരമ മലയാളത്തിലുണ്ട്, മാതൃഭൂമി മലയാളത്തിലുണ്ട്, കർണാടകയിൽ പോയാൽ അവരുടെ ഭാഷയിൽ കാണാം. അതാത് സ്റ്റേറ്റിലുള്ള ലാംഗ്വേജിനെയാണ് നമ്മൾ വെർനാക്കുലർ ലാംഗ്വേജ് എന്ന് പറയാം. ആ ഭാഷയിലും ഇംഗ്ലീഷിലും കൊണ്ടുവരിക. അപ്പോൾ എന്ത് പറ്റും? പേട്രിയോട്ടിസത്തെ പറ്റി കുറച്ചുകൂടെ അടുത്ത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സൗകര്യമായിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞ മാതിരി മലയാളത്തിൽ ഹിസ്റ്ററി കേൾക്കുന്ന മാതിരി തന്നെ മലയാളത്തിൽ പത്രം വായിക്കുമ്പോൾ ആ വായനക്കാരന് കുറച്ചുകൂടെ അറിവ് സൗകര്യമായിട്ട് മനസ്സിലാവും. വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പോകും. ഇംഗ്ലീഷിലുണ്ട്, ഇംഗ്ലീഷിൽ ഇല്ലാന്ന് ഞാൻ പറയില്ല, ഇംഗ്ലീഷിലുണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടെ ആൾക്കാരുടെ മനസ്സിലേക്ക് ഊന്നിറങ്ങി പോവാനായിട്ട് ഭാഷ ഉപയോഗിക്കാം. പിന്നെ വരുന്നത് കേസരി, മറാഠ ആൻഡ് കേസരി ബോംബെയില് അവരുടെ ഭാഷയിൽ അവരുടെ ഒപ്പീനിയൻ പ്രകാരം എനിക്ക് പറയാനുള്ളത് എന്റെ ഭാഷയിൽ പറയുമ്പോൾ എനിക്ക് സുഖം, കേൾക്കുന്നവനും സുഖം. ഹിന്ദുവും ആന്ധ്ര പത്രിക, കേരള പത്രിക മെഡ്രാസില്. ഇപ്പൊ ഇങ്ങനെ ഓരോ ഭാഷയിലും അതാത് പത്രിക എന്ന് പറഞ്ഞാൽ പത്രം, പത്രിക മുഖാന്തരം നമ്മളുടെ അറിവിനെ ഈ കാലഘട്ടത്തിൽ ഇവര് നമ്മുടെ പുറത്തു പോയി പഠിച്ചിട്ടുള്ള നേതാക്കന്മാർക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളിലും വാറിന്റെ കാര്യങ്ങളും യൂറോപ്പിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ ഇംഗ്ലീഷിൽ വായിച്ച് മനസ്സിലാക്കാറുണ്ട്. ഇംഗ്ലീഷിൽ വായിച്ച് മനസ്സിലാക്കിയ ശേഷം അതിനെ അതാത് ലാംഗ്വേജിൽ എഴുതി പത്രത്തിൽ കൂടെ അറിയുമ്പോൾ മാസ് മീഡിയ ആണ് ഈ പത്രം എന്ന് പറയുന്നത്. ഒരേ സമയം തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ മാസ് മീഡിയ ആണ്. അപ്പൊ ഈ ലാംഗ്വേജിൽ കൂടെ പോകുമ്പോൾ അതേമാതിരി ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അമേരിക്കയിൽ എന്ത് നടക്കുന്നു, ഇംഗ്ലണ്ടിൽ എന്ത് നടക്കുന്നു, ജപ്പാനിൽ എന്ത് നടക്കുന്നു എന്നുള്ള ഇംഗ്ലീഷിൽ വരുന്ന ന്യൂസിനെ ഇവിടത്തെ പഠിച്ചിട്ടുള്ള ടീച്ചേഴ്സ് അല്ലെങ്കിൽ പത്രാധിപന്മാർ വായിക്കുകയും മനസ്സിലാക്കുകയും അവരതിനെ തിരിച്ച് അതാത് ഭാഷയിൽ എഴുതി പത്രത്തിൽ കൂടെ മാസ് മീഡിയയിൽ കൂടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഈ സ്പ്രെഡ് ആക്കാൻ പറ്റും. അതായത് നമ്മൾക്ക് പറയാനുള്ളത് വേഗത്തിൽ വളരെ ഏരിയയിൽ വളരെ കൂടുതൽ ആൾക്കാർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പത്രമാണ്. അപ്പൊ അങ്ങനെ പത്രത്തിൽ കൂടെ പറയുന്നു. അതിനെ ലേറ്റർ ഓൺ ഇപ്പൊ നമ്മൾക്ക് TV ന്യൂസ് ഉണ്ട്. ഡെയിലി നമ്മൾ TV ന്യൂസ് നോക്കിയാലും അന്നന്ന് നടക്കുന്നത് അപ്പപ്പോ നടക്കുന്നത് ലൈവായിട്ടും കാണാൻ പറ്റും. അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിരുന്നില്ല ആ കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് പത്രത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അതേമാതിരി ട്രിബ്യൂണ് അക്ബറി ആലം പഞ്ചാബില് 1877 ഇതേമാതിരി ഇന്ത്യയിൽ അന്ന് ആ കാലഘട്ടത്തിൽ 169 പേപ്പേഴ്സ് ഉണ്ട്. 169 പത്രം അതാത് ഭാഷയിലുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അറിവിന്റെ ജ്ഞാനം അല്ലെങ്കിൽ വിവരങ്ങൾ പെട്ടെന്ന് പത്രം വഴി സ്പ്രെഡ് ആകുമ്പോൾ വളരെ മൂവ്മെന്റ്, അതായത് നാഷണൽ മൂവ്മെന്റ് ഇന്ത്യക്ക് ഒരുമിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവിന് നമ്മൾ കൊടുക്കുകയാണ് ഇതുവഴി നമ്മൾ പത്രാധിപരും പത്രങ്ങളും ചെയ്യുന്ന പ്രവൃത്തി. ഇനി വേറെ മെത്തേഡ്, 2 മെത്തേഡ് നമ്മളുടെ സാധാരണക്കാരായ മിഡിൽ ക്ലാസ്, ഞാൻ നേരത്തെ പറഞ്ഞു അസോസിയേഷനും ഓർഗനൈസേഷനും കൊണ്ടുവരാം. ഈ അസോസിയേഷനും ഓർഗനൈസേഷനും കൊണ്ടുവരുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലാൻഡ് ലോർഡ്സ് ഒരു ഗ്രൂപ്പാണ്. അതായത് ധനികന്മാര്, ലാൻഡിനെ, ധനത്തിന് അല്ലെങ്കിൽ സ്ഥലം അവരുടെ ജമീന്ദാർ. അപ്പൊ അവർക്ക് അവരുടേതായ ഒരു സൊസൈറ്റി. ഈ അവരുടെ സൊസൈറ്റിയിൽ കൂടെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി 1843. അപ്പോ ബംഗാളിലുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്കാരുടെ അനുഭവങ്ങളും അവരനുഭവിക്കുന്ന കാര്യങ്ങള് ഈ സൊസൈറ്റി കൊണ്ടുവരുമ്പോൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഒരുമാതിരിയായിരിക്കും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. മൺകലം കൊട്ടുന്ന മൺകലശം ഉണ്ടാക്കുന്ന ഒരു ആൾക്കാരാണെങ്കിൽ അവർക്ക് മണ്ണ് കിട്ടണം, ക്ലേ കിട്ടണം. അപ്പോ ഈ ഇംഗ്ലണ്ടിൽ അല്ല, ഈ ക്ലേ അവൈലബിൾ എവിടെ കിട്ടുന്നു? അത് അതേമാതിരി ആ പ്രവൃത്തി ചെയ്യുന്ന എല്ലാ കർഷകർക്കും ഒരേ പ്രോബ്ലം ആയിരിക്കും. മഴ പെയ്തു, ക്ലേയിൽ പോട്ട് ഉണ്ടാക്കി വെച്ചു, മഴ പെയ്താൽ അത് ഇതായി പോകും. അപ്പോൾ ഈ സൊസൈറ്റിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരേ മാതിരിയുള്ള പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഓരോ ഏരിയയിലുള്ളവര് ഓരോ അസോസിയേഷൻ ഉണ്ടാക്കി
ബംഗാളില് 1851 ബ്രിട്ടീഷ് ഇന്ത്യ അസോസിയേഷൻ ഉണ്ടാക്കി. കാരണം ബ്രിട്ടീഷ് എന്നുള്ളത് ഇവിടെ വരുന്നത് ഇന്ത്യയിലുള്ള ബ്രിട്ടീഷുകാരുടെ അസോസിയേഷൻ. അപ്പോ അവരുടെ പ്രശ്നങ്ങൾ അവരെങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അവരെങ്ങനെ സോൾവ് ചെയ്യുന്നു, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ചെയ്താൽ മാത്രമല്ലേ അടുത്ത ഒരു കാലഘട്ടത്തിൽ കുറച്ച് കാലഘട്ടത്തിൽ അവർക്ക് വ്യത്യാസങ്ങൾ കൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഇവിടെ പിന്നെ നമുക്ക് കാണുന്നത് ബോംബെ അസോസിയേഷൻ ആണ്. അതേമാതിരി ഡെക്കാൻ അസോസിയേഷൻ 1852 മഹാരാഷ്ട്രയില്. ബോംബെ അസോസിയേഷനും ഡെക്കാൻ എല്ലാം ഏരിയ ഒരേമാതിരി. ആ ഡെക്കാൻ അസോസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ കോട്ടൺ കൾട്ടിവേഷൻ ഉണ്ട്, ഫാക്ടറീസ് ഉണ്ട്. ഈ ഫാക്ടറികൾ, അതായത് കോട്ടൺ ഫാക്ടറികളുണ്ട്, കോട്ടൺ ഇത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഫാക്ടറീസ് ഒക്കെ ലോക്ക്ഡൌൺ ചെയ്യാറുണ്ട്. ലോക്ക്ഡൌൺ ചെയ്ത് കഴിഞ്ഞാൽ, ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, ഫാക്ടറി മൂടി ഇട്ട് കഴിഞ്ഞാൽ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, തൊഴിലാളികൾക്ക് എന്ത് ജീവിതമാർഗം ഉണ്ടാവും? അപ്പോൾ ഓരോ മുതലാളിമാർക്കാണെങ്കിൽ, അതായത് ഫാക്ടറി ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ മില്ല്, കോട്ടൺ മിൽസ്, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ മിൽസ്. ഡെക്കാൻ ഏരിയ, ബോംബെയിലൊക്കെ ഒരുപാട് ടെക്സ്റ്റൈൽ മിൽസ് ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അവര് മില്ല് ഉടമസ്ഥന്മാര് മില്ല് പൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം വരില്ല, കാരണം അവര് ധനികരാണ്. മില്ലിൽ പണി ചെയ്യുന്ന ആൾക്കാർക്ക് ഡെയിലി കിട്ടുന്ന കൂലിയിലാണ് അവരുടെ വീട്, കുടുംബം നടന്നു പോകുന്നത്. അപ്പോൾ 10 ദിവസം 15 ദിവസം നമ്മൾക്ക് പോണ്ടിച്ചേരിയിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. അവിടെ ഒരു പോണ്ടിച്ചേരിയിലെ ഒരു അവരുടെ ഈ പോണ്ടിച്ചേരി മില്ലുണ്ടായിരുന്നു, ഫ്രഞ്ച് മില്ല്. അത് വർഷങ്ങളോളം അവർ അടച്ചു പൂട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ ആ മില്ലിൽ വർക്ക് ചെയ്തിരുന്നവരെല്ലാം മരിക്കാൻ തുടങ്ങി, സൂയിസൈഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു, എനിക്കറിയാം. അപ്പോൾ ഇവർക്ക് വേറെ ജോലി അറിയില്ല, ചെയ്ത ജോലി മാത്രമേ അറിയുള്ളൂ. പിന്നെ അത് വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവര് ആ ജോലിയിൽ നിന്ന് വേറെ ജോലി ശ്രമിക്കുമ്പോൾ ഇവർക്ക് കിട്ടേണ്ടിയിരുന്ന അത്രയും വരുമാനം കിട്ടുന്നില്ല. അവര് ഫ്രസ്ട്രേഷൻ വന്നിട്ട് മരിക്കും. അതേമാതിരി ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലെ കർഷകന് കൃഷി ചെയ്യാനേ അറിയുള്ളൂ, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ലാണ്ട് വരുമ്പോൾ ചിലപ്പോൾ കൂട്ടത്തോടെ മരിക്കാറുണ്ട്. ഇങ്ങനത്തെ പ്രോബ്ലത്തിനെയൊക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ അസോസിയേഷൻ വഴി നമ്മൾ കണ്ടുപിടിച്ചത്. മെഡ്രാസിലത്തെ നേറ്റീവ് അസോസിയേഷൻ ഉണ്ട്, തമിഴന്മാരുടെ അസോസിയേഷൻ ഉണ്ട്. അപ്പോ ഈ അസോസിയേഷൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് ഒരു കളക്റ്റീവായിട്ടുള്ള ആക്ഷൻ. ഈ ബ്രിട്ടീഷ്, ഇപ്പൊ ഞാൻ മലയാളി ആയാലും നിങ്ങള് പഞ്ചാബി ആയാലും അവരുടെ ചൂഷണത്തിൽ അനുഭവം ഒരേമാതിരിയാണ്. അപ്പൊ ഈ അനുഭവത്തിനെ ഒരുമിച്ച് അവർ ചെയ്യുന്ന തെറ്റിനെ നമ്മൾ എങ്ങനെ കളക്റ്റീവായിട്ട് കൂട്ടായ്മയോടെ എതിർക്കാൻ പറ്റും, അതാണ് നമ്മൾ ആദ്യമായിട്ട് അസോസിയേഷൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമതാണെങ്കിൽ ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ കോടതി വഴി അല്ലെങ്കിൽ നിയമം വഴി കൊണ്ടുവന്നൊന്ന് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പെറ്റീഷൻ കൊടുക്കുന്നു. ഈ പെറ്റീഷൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ബ്രിട്ടീഷ് പാർലമെന്റിനും പെറ്റീഷൻ കൊടുത്താൽ എങ്ങനെ കൊടുക്കണം, ഏതൊക്കെയാണ് ഫോർമാലിറ്റീസ്, എന്തൊക്കെയായിരിക്കും അതിൽ വേണ്ട നോംസ് ആൻഡ് കണ്ടീഷൻസ്, അല്ലെങ്കിൽ ഏത് വിധത്തിൽ അത് എഴുതണം, ഇതൊക്കെ വരുന്നല്ല. അപ്പൊ അറിവില്ലാത്ത കർഷകൻ എന്ത് ചെയ്യും? അപ്പൊ ഒരു സൊസൈറ്റിയിലെ മെമ്പർ ആകുമ്പോഴത്തേക്ക്, നിങ്ങൾ ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടില് കുടുംബശ്രീ എന്ത് കാര്യമായിട്ടാണ് വർക്ക് ചെയ്ത് പോണേ, അതേമാതിരി അസോസിയേഷൻ വരുമ്പോൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിലൊരു ബലം കിട്ടും. പിന്നത്തെ കാര്യം നമ്മൾ പറയുന്നത് ഈ കാലഘട്ടത്തിൽ റീഫോംസ് കൊണ്ടുവരുന്ന പുനരുദ്ധാരണം കൊണ്ടുവരാണ്. കമ്പനിയുടെ ചാർട്ടറിൽ 1853 അവര് കമ്പനി ഒരു ചാർട്ടർ ഫ്രെയിം ചെയ്ത് അതിൽ കൂടെ പുനരുദ്ധാരണമൊക്കെ ശ്രമിക്കുന്നു എങ്കിൽ കൂടിയും അത് അത്രത്തോളം 100% ആയിട്ടും നന്നായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ പുതിയതായിട്ടുള്ള ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അസോസിയേഷൻ, ഇവിടെ പൊളിറ്റിക്കലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ളത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടൻ കമ്പനി ആയിരുന്നു അതിന്റെ പേര്, ആദ്യത്തെ കമ്പനിയുടെ പേര് ലണ്ടൻ ഇന്ത്യ അസോസിയേഷൻ ആണ്. അതിനുശേഷം ലണ്ടനിൽ നിന്ന് വന്ന അസോസിയേഷൻ, അല്ലെങ്കിൽ ലണ്ടനിലുള്ള ധനികന്മാരുണ്ടാക്കിയ ഒരു അസോസിയേഷൻ, പിന്നെയാണ് അത് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ എന്ന് പേര് മാറ്റുന്നത് 1866. ഈ 1866 ഈസ്റ്റേൺ ഇന്ത്യയുടെ സ്ഥാനം ഈസ്റ്റേൺ സൈഡാണ്.
ഇംഗ്ലണ്ടിന്റെ സ്ഥാനം ജോഗ്രാഫിക്കലി നോക്കിയാൽ വെസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഉണ്ടാക്കിയത്. ഇനി മഹാരാഷ്ട്രയില് പൂന സാർവജനിക് സഭ, പൂന ഇസ് എ പാർട്ട് ഓഫ് മഹാരാഷ്ട്ര, അവിടെ അവർ സഭ ഉണ്ടാക്കി 1870. അതേമാതിരി 1876 ഇന്ത്യൻ അസോസിയേഷനും ഉണ്ടാക്കി. ബംഗാളിലെ ബംഗാൾ നാഷണൽ കോൺഫറൻസ് 1883. മദ്രാസില് മഹാജൻ സഭ വേറെ, അതാണ് അതിന്റെ പേര്. ഈ എല്ലാ ഓർഗനൈസേഷനും ഇതൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അവര് കൃഷിക്കാരുടെ കാര്യങ്ങളല്ല, പൊളിറ്റിക്കലി നമ്മളുടെ നാട്ടിന്റെ കാര്യങ്ങൾ, നാട്ടിൽ നടപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ലീഡേഴ്സ് അവരുടെ അഭിപ്രായങ്ങൾ പറയാനും ഡിസ്കസ് ചെയ്യാനും അതിനെപ്പറ്റി എടുത്ത് ഈ ഇവരെ എങ്ങനെ മാറ്റാൻ പറ്റും, ബ്രിട്ടീഷുകാരുടെ ആധിപത്യം എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ള ഡിസ്കഷൻസിന് വേണ്ടിയിട്ടാണ് പൊളിറ്റിക്കലായിട്ട് ഒരു സെറ്റപ്പ് ആയിട്ട് പാർട്ടി ആയിട്ട് അവര് ലേറ്റർ ഓൺ അത് കൊണ്ടുവരികയാണ്. ഇനി ഈ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, ഈ നേരത്തെ പറഞ്ഞ ഓർഗനൈസേഷനൊക്കെ അവരുടെയൊക്കെ ഉദ്ദേശം എന്തായിരുന്നു? ഉദ്ദേശം ഈ ബ്രിട്ടീഷുകാര് കൊണ്ടുവരുന്ന എല്ലാ പോളിസിനെയും എതിർക്കണം. എങ്ങനെ എതിർക്കണം? അവര് കൊണ്ടുവരുന്നത് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്, അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പോ റെസൊല്യൂഷൻസ് എഴുതി അവരെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക, അല്ലെങ്കിൽ അവരോട് നമ്മൾ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുക. പെറ്റീഷനാണ്, എനിക്ക് സുഖമില്ല അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് നമ്മൾ അറിയിക്കണം. അപ്പോൾ അത് പെറ്റീഷനായി. പെറ്റീഷനും അതിന്റെ ഉത്തരമായിട്ട് റെസൊല്യൂഷൻസ് എന്ത് ആണ് ഇതിന് ഒരു പോംവഴി, ഇതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഒരു ജനറൽ ആയിട്ട് എല്ലാവർക്കും മാസമായിട്ടുള്ള ഒരു മീറ്റിംഗ്സ് നടത്തുക. നമ്മള് ഇന്ത്യൻ സമയത്തുള്ള ജാലിയൻ വാല ബാഗൊക്കെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോ ആ മാസമായിട്ടുള്ള ഗ്രൂപ്പായിട്ടുള്ള മീറ്റിംഗില് നേതാക്കന്മാർ വന്ന് സംസാരിക്കും. നേതാക്കന്മാർ അതിനെ ഓരോ വിധത്തിലും ഓരോ മീറ്റിംഗ്സിലും അതിന്റെ കാര്യകാരണങ്ങൾ പറഞ്ഞ് സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കും. മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാലാണ് ഇവർക്ക് കുറച്ചെങ്കിലും വിവേകം ഉണ്ടാകുക. കാരണം ആ കാലഘട്ടത്തിൽ എല്ലാവരും ഇംഗ്ലീഷ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ വെർനാക്കുലർ എഡ്യൂക്കേഷനോ അതാത് ഭാഷയിൽ പഠിക്കാൻ പോയിട്ടില്ല. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പഠിപ്പ് കുറവാണ്. ഇപ്പോഴും ഉണ്ട് ഇന്ത്യയിൽ പഠിപ്പ് കുറഞ്ഞ ആൾക്കാരെ നോർത്ത് ഇന്ത്യയിൽ. അപ്പോൾ ഈ നേതാക്കന്മാർ പറയുന്നത് കേട്ട് മനസ്സിലാക്കിയിട്ടാണ് അവര് ചെയ്യുന്നത്. അപ്പോ ഇവിടെ നാഷണലായിട്ട് നമ്മുടെ രാജ്യത്തിനെ വേറെ ആംഗ്ലിക്കൻ രാജ്യം അല്ലെങ്കിൽ പുറത്തു നിന്ന് വന്നവര്, വിരുന്നുകാരായിട്ട് വന്നവര് നമ്മളെ എങ്ങനെ ചൂഷണം ചെയ്ത് അവര് ബെനിഫിറ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ അവര് പ്രോസ്പെറസ് ആവുന്നു, അല്ലെങ്കിൽ അവര് കൂടുതൽ നമ്മളെ ഉപദ്രവിച്ചിട്ടാണ് അവർക്ക് ലാഭം കൊയ്തു കൊണ്ടുവന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അവരെ നമ്മുടെ വന്നിട്ടുള്ള ശത്രുവാണിത് അവരെ മനസ്സിലാക്കി അവരെ പുറത്താക്കണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിട്ട് കോൺഗ്രസ് എന്ന് വെച്ചാൽ കൂട്ടായ്മ എന്നാണ് അർത്ഥം. ഓക്കെ, ആ കോൺഗ്രസ് 1885 തുടങ്ങി. അതിൽ നിന്നാണ് പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഈ ഫ്രീഡം സ്ട്രഗിളിനെ പറ്റി കൂടുതൽ പഠിക്കാൻ പോകുന്നത്. ഇനി ഈ കാലഘട്ടത്തിൽ ഇവിടെ ബ്രിട്ടീഷിലുള്ള ക്രൗൺ പാസ്സായിട്ടുള്ള അല്ലെങ്കിൽ പാർലമെന്റിൽ പാസ്സാക്കിയ ചില ആക്ട് ആണ്. ആക്ട് എന്ന് വെച്ചാൽ എന്താ പറയാ, നിയമം, വെർനാക്കുലർ പ്രസ് ആക്ട്, അതാത് ഭാഷയിൽ ഉള്ള പത്രങ്ങൾ അച്ചടിക്കുന്ന പ്രസിന്റെ ആക്ട്, നിയമം. ഇന്ത്യൻ ആംസ് ആർട്ട്, ഇതില് ആയുധങ്ങളുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ആയുധങ്ങളുടെ നിയമം. പിന്നെ ഒരു പ്രശ്നം അവർ കൊണ്ടുവന്നത് ആ കാലഘട്ടത്തിൽ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ ഉണ്ട്. സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാരുടെയും അതേമാതിരി അവര് ഇന്ത്യയിലെ ഒരു പ്രായം കുറച്ചു കൊണ്ടുവന്നു. കാരണം നമ്മുടെ ആൾക്കാര് ഇവിടെ അനുഭവിച്ചിട്ടുള്ള അത്ര ഐക്യവും ഇല്ല. അവരുടെ 7ാം ക്ലാസ് കുട്ടി ഇവിടെയുള്ള 12ാം ക്ലാസ് കുട്ടിയുടെ അത്രയും
ബുദ്ധിയുള്ള കുട്ടിയായിരിക്കും. അപ്പൊ ലോവർ ഈ ഏജിനെ താഴ്ത്തി കൊണ്ടുവന്നതും സിവിൽ സർവീസിൽ നമുക്ക് ഡിഫക്റ്റ് ആണ് വരുന്നു. പിന്നെ വൈസ്രോയി ആയിട്ടിരുന്ന ലിറ്റനും അതാത് എന്തെന്ത് കാര്യങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യണം എന്നുള്ളത്. ഇങ്ങനെ ഈ മെഷേഴ്സ് അല്ലെങ്കിൽ ഈ വിദേശങ്ങളെല്ലാം എന്തുകൊണ്ടാണോ എത്രത്തോളം നമ്മൾക്ക് കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ന്യായങ്ങളും അല്ലെങ്കിൽ ഈ ഇതൊക്കെ ആക്ട് എല്ലാം അവിടെ നിന്ന് ക്രൗൺ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. ഇനി ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരികയാണ്. 1885 നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നമ്മൾ ഒരു ക്രിസ്മസ് സമയത്താണ് കോൺഫറൻസ് മീറ്റ് ചെയ്തിട്ട് ഒരു ഡിസൈഡ് ചെയ്തു, നമുക്ക് ഒരു മീറ്റിംഗ് ചെയ്യണം അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് ഉണ്ടാക്കണം ക്രിസ്മസ് ടൈമിൽ. ആദ്യം ഹ്യൂം എന്ന് പറയുന്ന ഇങ്ങനെ ഒരു റിട്ടയർഡ് ഇംഗ്ലീഷ് അഡ്മിനിസ്ട്രേറ്റർ ആണ്, അല്ലാണ്ട് അങ്ങേരാണ് ഇതിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. കാരണം അങ്ങേർക്ക് ഇതിനെപ്പറ്റി ബ്രിട്ടീഷുകാരുടെ ന്യായത്തിനെ പറ്റിയും അവരുടെ റൂളിനെ പറ്റി അറിയാം. ആ ഹ്യൂമാണ്, അതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇനീഷ്യേറ്റീവ് എടുത്ത ആളാണ്, ഒരു ബ്രിട്ടീഷ് റിട്ടയർഡ് പേഴ്സൺ ആണ് ഹ്യൂം. അങ്ങേരുടെ താഴെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാരും കൂടെ കൂട്ടി വലിച്ചിട്ട് അവര് ഒരു കോൺഫറൻസ് ഉണ്ടാക്കുന്നു കൽക്കട്ടയില്. അത് കഴിഞ്ഞിട്ട് കൽക്കട്ടയിൽ നിന്ന് മാറ്റി അത് പൂനെയിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം കൽക്കട്ട എന്ന് പറയുമ്പോഴത്തേക്കും നോർത്ത് ഈസ്റ്റേൺ സൈഡാണ്, പൂന എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് സെൻട്രലൈസ് ചെയ്തിട്ട് ഇന്ത്യയിലുള്ള എല്ലാവർക്കും പങ്കെടുക്കാനും മനസ്സിലാക്കാനും പറ്റും എന്നുള്ള ഒരു സെൻട്രലൈസ്ഡ് നോർത്ത് സൗത്ത് എല്ലാം ഒരു പൂന ആ ഭാഗം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. അവിടെ സെൻട്രലൈസേഷൻ ഉള്ളത് കൊണ്ട് അവിടെ വെച്ചിട്ടാണ് ഈ കോൺഫറൻസ് നടത്തുന്നത്. ഈ കോൺഫറൻസിൽ എന്താ ചെയ്യുന്ന വെച്ചാല് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പൂന സാർവജനിക സഭ ഉണ്ടാക്കി. അവരെ എക്സ്പ്രസ് ചെയ്യുന്ന എന്താ പറയുന്ന വെച്ചാല് ഒരു എന്ത് കോൺഫറൻസ് ഉണ്ടാക്കാനും നമ്മള് അതിന് വേണ്ട ഏതെങ്കിലും ഒരു കോൺഫറൻസോ ഒരു മീറ്റിംഗ് നടത്തണമെങ്കിൽ അതിനുള്ള ധനം ആവശ്യമുണ്ട്. ആ ധനം ശേഖരിക്കുക എന്നുള്ളതാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അവരുടെ ജോലി. അതിന് ഒരു കോൺഫറൻസ് നടത്താനുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ ഉണ്ടാക്കി അവര് മുഖാന്തരം ധനം ശേഖരിച്ച് ഈ മീറ്റിംഗ് നടത്തി. ആ മീറ്റിംഗിൽ നമുക്ക് നാളെ ഇനി എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യണമെന്ന് പരാമർശിക്കുന്നു. ഇനി അവിടെ നിന്ന് ഈ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഈ ആ കാലഘട്ടത്തിൽ ഒരു കോളറ ഔട്ട്ബ്രേക്ക് ആണ്. കോളറ എന്ന് വെച്ചാൽ കണ്ടേജിയസ് ആണ്, പടർന്നു പിടിക്കുകയാണ്. പടർന്നു പിടിച്ചു വരുമ്പോ പൂനെയിൽ നിന്ന് ഈ നമ്മൾ നേരത്തെ ഉദ്ദേശിച്ചു പൂനെയിൽ നടത്താമെന്ന്, പക്ഷെ പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റാണ്. പൂനെ ബോംബെ അത്ര ദൂരമൊന്നുമല്ല, എന്നാലും അത് ഷിഫ്റ്റ് ചെയ്യാണ്. കാരണം കോളറ എന്ന് പറയുന്നത് ഒരാൾക്ക് വന്നാൽ അടുത്ത പകർച്ചവ്യാധിയാണ്. അതാണ് മാറ്റാൻ കാരണം. മീറ്റിംഗ് ഷിഫ്റ്റ് ചെയ്ത് അവിടെ ബോംബെയിൽ വെച്ച് നടത്തി. ഈ ബോംബെയിൽ നടത്തുന്ന മീറ്റിങ്ങിന് 28-ാം തീയതി 1885 ഗോപാൽദാസ് തേജ്പാൽ സംസ്കൃത് കോളേജ് അങ്ങേര് താണ് ഇത് തുടങ്ങുന്നത്. അതാണ് വെന്യൂ. ആ സംസ്കൃത് കോളേജിൽ വെച്ചാണ് ഈ മീറ്റിംഗ് നടക്കുന്നത് ബോംബെയില്. ഇതിൽ ആരൊക്കെയാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്? 100 ആൾക്കാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 100 പേര് ഈ മീറ്റിംഗ്, 100 പുരുഷന്മാർ ഇത് അറ്റൻഡ് ചെയ്തു. അതിൽ 72 പേരും നോൺ ഒഫീഷ്യൽസ് ആണ്. പക്ഷെ ഈ കോൺഗ്രസിന്റെ മെമ്പറാണ്, അല്ലാണ്ട് ഒഫീഷ്യൽ അല്ല, ഓഫീസ് റാങ്കർ ലെവലിൽ ഉള്ളവരല്ല. പക്ഷെ അവര് മെമ്പറാണ്, ഈ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പറാണ്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഇതിന്റെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് WC ബാനർജി, ബംഗാളിൽ നിന്നുള്ള അങ്ങേർക്കാണ് ഇതിന്റെ ഫസ്റ്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് ഷിഫ്റ്റ് കൊണ്ടുവന്ന് അതിനെ കോൺഗ്രസിനെ ഫ്രെയിം ചെയ്ത് കൊണ്ടുവരുന്നത്. ഇനി ഈ കോൺഗ്രസിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അവരുടെ എയിം എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ്? ആദ്യമായിട്ട് അവർ പറയുന്നത് പേഴ്സണലായിട്ട് ഇന്റിമസി, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് പരസ്പരം എല്ലാ മനുഷ്യന്മാരും ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവരണം. കൺട്രിയിലുള്ള എല്ലാരും ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഞാനും ഇന്ത്യനാണ്, നീയും ഇന്ത്യൻ, ആ ഒട്ടൽ അല്ലെങ്കിൽ ഒരു കൂടുതൽ അഫിനിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ കൂടുതൽ ഒരുമിക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരുമിച്ച് നിന്നാൽ നമുക്ക് എല്ലാം വെല്ലുവിളിയെ ഏൽക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ
നമ്മളുടെ ഇന്ത്യ കാലഘട്ടത്തിൽ ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മതപരമായ പ്രാന്തുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് നമ്മൾ പറയാം മതം, അതേമാതിരി കളറ്, അതേമാതിരി ഈ തൊട്ടുകൂടായ്മ, റേസ്, ഓരോരുത്തരുടെ റേസ്, പിന്നെ അവിടത്തെക്കാരൻ ആ നാട്ടിലുള്ള ആള് ബംഗാളി ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ മദ്രാസി ഇങ്ങനെയായിരിക്കും, ഓരോ പ്രോവിൻസിൽ നിന്ന് വരുന്നവരെ ഓരോ വിധത്തില്. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ കാസ്റ്റ്, കളർ, ക്രീഡ് അല്ലെങ്കിൽ പ്രോവിൻസ്, ഇതൊക്കെ ഒരു പ്രജുഡിസ് ആണ്, മുന്നായ്മയാണ്. ഇത് മാറ്റണം. എല്ലാവർക്കും ഒരൊറ്റ വിചാരമായിരിക്കണം. സെന്റിമെന്റ് മുഴുവനും ഒറ്റ വിചാരം, എന്റെ ഭാരതം. ആ ഒരു യൂണിറ്റിയിലേക്ക് കൊണ്ടുവരിക്കണം, കൺസോളിഡേറ്റ് ചെയ്ത് കൊണ്ടുവരിക. അതാണ് അവരുടെ ഉദ്ദേശം. പലരും ബംഗാളി, ഗുജറാത്തി, പഞ്ചാബി, മഹാരാഷ്ട്ര എന്ന് പറഞ്ഞിട്ട് വ്യത്യാസമില്ലാണ്ട് എല്ലാം ഒറ്റയായിട്ട് ഒരു ഇന്ത്യൻ, ഒരമ്മ പെറ്റ മക്കൾ എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവരിക. അതാണ് ഇവിടെ നമ്മൾ കൺസോളിഡേഷനിൽ ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാണ്ട് ഈ ഓരോ പഠിച്ചിട്ടുള്ളവര് അവരുടെ പ്രശ്നങ്ങളെ പ്രസ് വഴി, പ്രോബ്ലംസ് എല്ലാം പ്രസ് വഴി അല്ലെങ്കിൽ പേപ്പർ വഴിയോ അല്ലെങ്കിൽ പറയുമ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഈ ഒപ്പീനിയൻസ്, അവരുടെ അഭിപ്രായങ്ങൾ പരാമർശിക്കുക, അവരുടെ അഭിപ്രായങ്ങൾക്ക് ചർച്ചയിൽ കൊണ്ടുവരിക, ചർച്ചയിൽ കൊണ്ടുവന്ന് ഡിബേറ്റ് നടത്തുക, എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പബ്ലിക്കിനെ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോൺഗ്രസ്, പബ്ലിക്കിന് ഒരു സ്ഥാനം കൊടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങൾ മാനിക്കുന്നു എന്നുള്ള ലെവലിൽ കൊണ്ടുവരുമ്പോഴാണ് ഇത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് വരിക. ഇനി ഇത് ആരൊക്കെയാണ് ഇതിൽ സ്ഥാനം വരിച്ചത്, പാർട്ടിസിപ്പേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ആരൊക്കെ ആ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഈ കോൺഗ്രസില്, ഫസ്റ്റ് കോൺഗ്രസില് 39 കോൺഗ്രസ്സുകാരും അത് 72 പേര് ലോയേഴ്സ് അതാണ് വന്നിട്ടുള്ളത്. ലോയർ എന്ന് വെച്ചാൽ അഡ്വക്കേറ്റ്, വക്കീലന്മാര്. ഇവർക്കൊക്കെ വരുമ്പോ 1/3 ഡെലിഗേറ്റ് കോൺഗ്രസ് സെഷനില് ലീഗൽ പ്രൊഫഷനിലുള്ളവരാണ്, അതായത് വക്കീലന്മാരാണ്. അപ്പൊ വക്കീലന്മാർ എന്ന് പറയുമ്പോൾ അവർക്ക് അതിനെ വിശദീകരിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പം പറ്റും. പിന്നെ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഒരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിലുള്ള വലിയ ജമീന്ദാർ ആയിരിക്കാം, രാജാവായിരിക്കാം, മഹാരാജാവായിരിക്കാം. അപ്പൊ വലിയ ആൾക്കാർ, അതായത് ധനികന്മാരായിട്ടുള്ള ആൾക്കാരും അവരുടെ ഇവിടെ അത്രയും വന്നിട്ടില്ല. കാരണം ഇവിടെ അതിൽ എടുക്കാൻ വരാത്തതിന്റെ കാരണം അവർക്ക് ഇതുകൊണ്ട് അവർക്ക് അറിയാം, അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നാളെ അവർക്ക് അത് പണിയിട്ടും. അവര് അതുകൊണ്ട് ഇതിലൊന്നും ഈ ജമീന്ദാറോ വലിയ ധനാഢ്യന്മാരോ ഇതിൽ അറ്റൻഡ് ചെയ്തില്ല. കാരണം അവരൊക്കെ സാധാരണക്കാരെ ചൂഷണം ചെയ്തവരാ. അപ്പൊ അവര് ഈ പാർട്ടിയിൽ അവരുണ്ടെങ്കിൽ നാളെ അത് ചെയ്യാൻ പറ്റില്ല ജമീന്ദാർ. അപ്പൊ അങ്ങനെ ഒരു കാര്യം. പിന്നെ ഈ പാർട്ടിയിലേക്ക്, കോൺഗ്രസിലേക്ക് കർഷകനെയോ അല്ലെങ്കിൽ കലാകാരന്മാരെയോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അവർക്ക് ദിനചര്യയാണ് മുഖ്യം. നാട് നന്നാക്കാനല്ല, അവനവന്റെ വയറ് നന്നാക്കാനാണ് അവർ നോക്കുന്നത്. അപ്പോ ഈ കോൺഗ്രസ് ആ സമയത്ത് ഒരു ഡിസ്കഷൻ കൊണ്ടുവരുന്നത്, നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എല്ലാത്തിനും കൂടെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രശ്നങ്ങളെ പറ്റി പരാമർശിക്കാനും അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനും അവർക്ക് പകരം റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറയുന്നത് അവർക്ക് പകരം അവരെ കൊണ്ടിരിക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒരു ഒഫീഷ്യൽ കോൺസ്പിറസി വരുന്നുണ്ട്. ഈ കോൺഫറൻസി വന്നപ്പോൾ ഇവിടെ എന്താ വെച്ചാല് ഹ്യൂം തന്നെയാണ് ഇത് തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് അങ്ങേര് ഇവിടെ ചെയ്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ബ്രിട്ടീഷുകാർ ചെയ്യുന്നത്? W. ബോനർജിയുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടാണ്, ഡഫറിൻ പറഞ്ഞിട്ടാണ് ഇങ്ങേര് ഇത് ചെയ്യുന്നതെന്നാണ്. പിന്നെ നാഷണൽ കോൺഗ്രസ് കോൺസ്പിറസിയിൽ പറയുന്നു ഒരു ഔട്ട്ലെറ്റ്, ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആൾക്കാർക്ക് ഒരു പുറത്തേക്ക് അവരുടെ പ്രശ്നങ്ങൾ കൊണ്ടുവരാനാണ് ഇത് കൊണ്ടുവന്നതെന്ന്. പക്ഷെ അതേസമയം ഹ്യൂമിന് ഇവിടെയുള്ള ആൾക്കാരോട് വളരെ നല്ല അഭിപ്രായമുണ്ട്, ഒരു വിഷമമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്തു. 1985-90 വരെ കോൺഗ്രസ് സെക്രട്ടറി ആയിട്ടും അതുകൂടാണ്ട് ഇതിനെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തത് ഈ ഹ്യൂമാണ്.
ഇനി ഒരു ഓൾ ഇന്ത്യ ലെവൽ ബേസിസിൽ നമ്മൾ ഇത് കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ വർഷങ്ങളിൽ 5 കോൺഫറൻസ് നടത്തുന്നുണ്ട്. ഈ 5 കോൺഫറൻസ് നടത്തി പല സ്ഥലങ്ങളായിട്ട് നടത്തി. അതിനെ സെക്കൻഡ് കോൺഫറൻസ് 22 തൊട്ട് 24 വരെ ഡിസംബറിൽ. അത് കഴിഞ്ഞ ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവരുന്നു. ഇതെല്ലാം കൽക്കട്ടയില്. പിന്നത്തെ അടുത്ത 2 കോൺഗ്രസ് കൊണ്ടുവന്നത് ജബൽപൂരിലും പ്രയാഗിലും. അപ്പോൾ ഈ കോൺഗ്രസ് മുഖാന്തരം, കോൺഗ്രസ് എന്ന് വെച്ചാൽ കൂട്ടായ്മയായിട്ട് സംസാരിക്കുക, ഇതിനൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് മോഡറേറ്റ് ആണ്. മോഡറേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പരാമർശിക്കുന്നത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഉള്ള ആൾക്കാരാണ് മോഡറേറ്റ് എന്നുള്ള കോൺഗ്രസ്സുകാർ. പിന്നെ ഇതിൽ തന്നെ യങ് ആയിട്ടുള്ളവര് പറയും, ഇവരെയൊന്നും പറഞ്ഞു മനസ്സിലാക്കിയാൽ ശരിയാവില്ല, ഇവരെയൊക്കെ അടിച്ചു തുരത്തണം എന്നുള്ള അഭിപ്രായമുള്ളവരാണ് ഈ നമ്മുടെ എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്നവര്. അവരുടെ അഗ്രസീവാണ്. അവർക്ക് എപ്പോഴും ദേഷ്യത്തോടെയാണ് ഈ ബ്രിട്ടീഷുകാർ അവര് കാണുന്നത്. ഇനി ഇതിനൊക്കെ എന്തൊക്കെ മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്? പ്രസ്, ഞാൻ നേരത്തെ പറഞ്ഞു, പ്രസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസ് പ്ലാറ്റ്ഫോമിൽ കൂടെ സെഷൻസ് നടത്തി ഏജൻസീസ് നടത്തും. പിന്നെ വർഷാവർഷം ഓരോ മീറ്റിംഗ്സ് നടത്തുക, കോൺഗ്രസിന്റെ മീറ്റിംഗ് നടത്തുക. ഈ മീറ്റിംഗിലൊക്കെ ജനറൽ ബോഡി പോളിസീസ് ഒക്കെ ഡിസ്കസ് ചെയ്യുക, ബ്രിട്ടീഷുകാരുടെ പോളിസി ഡിസ്കസ് ചെയ്യുക, അതിന്റെ ആക്ഷൻ റിയാക്ഷൻ, ഇവിടെ എന്താ നടക്കുന്നത് പറയുക. ഇത് കൂടാണ്ട് കോൺഗ്രസ് അവസാന കാലഘട്ടങ്ങളിൽ 3 ദിവസം വെച്ച്, ഓരോ വർഷം 3 ദിവസം വെച്ച് വയ്ക്കും. അടുത്തത് അവർ പറയുന്നത് എങ്ങനെയാണ് ഇതിനെ വർക്ക് ചെയ്യാൻ പറ്റിക്കുക എന്നുള്ളതാണ്. സെഷൻസ് 1889 ബ്രിട്ടീഷ് കമ്മിറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കി. അതിനുശേഷം ദാദാഭായ് നവറോജി, അങ്ങേരുടെ ലൈഫ് മുഴുവൻ ഉണ്ടാവും. പിന്നെ ഇങ്ങേരെ ഹൗസ് ഓഫ് കോമണില് ഇലക്ഷൻ കിട്ടുന്നു, അവിടെ എടുത്തു പറയാൻ അങ്ങേർക്ക് ചാൻസസ് ഉണ്ട്. മോഡറേറ്റ്സിന്റെ ഡിമാൻഡ് മുഴുവനും വളരെ ക്ലിയർ ആയിട്ട് അവര് പ്രേയേഴ്സ് ആൻഡ് പെറ്റീഷൻസ് എന്നാണ് പറയാ. എല്ലാ പരീക്ഷകളും എടുത്തുക, ഇന്ത്യൻ കൗൺസിലിന് തിരിച്ചു മാറ്റുക, സെപ്പറേഷൻ കൊണ്ടുവരിക, ആംസ് ആക്ടിനെ തിരിച്ചു വലിക്കുക, ഡിസ്മിഷൻ ഇന്ത്യൻ കമ്മീഷൻസ് റാങ്ക് ലെവലിലേക്ക് കൊണ്ടുവരിക, ഇൻട്രൊഡക്ഷൻ പെർമനന്റ് സെറ്റിൽമെന്റ് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരിക. ഇതാണ് അവരുടെ ഡിമാൻഡ്. ഇനി ഏർലി സ്റ്റേജിൽ ഇതിനെയാണ് നമ്മൾ മോഡറേറ്റ് എന്ന് പറയാം. വലിയ അധികമായിട്ടുള്ള ആവേശമില്ലാണ്ട് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ മോഡറേറ്റ് സിസ്റ്റം എന്ന് പറയാം. ഇവിടെയൊക്കെ എഴുത്ത് മുഖാന്തരം റെപ്രസെന്റേറ്റീവ്സ് വഴി നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ അവരോട് അവതരിപ്പിക്കുന്നു, സെൽഫ് റൂള് ചോദിക്കുന്നു കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ ഇവിടെ ഈ എക്സ്ട്രീമിസം എന്ന് പറയുന്നത് എടുത്തു ചാടി ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ വെട്ടാനും കുത്താനും ഉള്ള ഒരു മനോഭാവമുള്ളവര്. ഈ അതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് തിലക്, BC പാൽ, അരബിന്ദോ, ലാലാ ലജ്പത് റായ്, അവരൊക്കെ യങ് മൈൻഡ് ആണ്. അവര് കുറച്ചുകൂടെ ഇമോഷണൽ ആയിട്ടും, അല്ലെങ്കിൽ അവർ പറയുന്നത് മുഴുവനും നമ്മളെ ഒരാളെ വെട്ടിയാൽ നമ്മൾ അടുത്ത ആൾക്കാരെ അവരെയും 4 പേര്, അതായത് യങ് ബ്ലഡ് എന്ന് പറയാം. പിന്നെ ഇവരുടെ ആക്ഷൻസ് എന്തൊക്കെയാന്ന് വെച്ചാല് നശിപ്പിക്കുക. ഇവര് ആദ്യമായിട്ട് ഗണപതി ഫെസ്റ്റിവൽ നടത്തും, അതിൽ കൂടെ നമ്മളുടെ കൾച്ചറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അരബിന്ദോ ഹിന്ദു പ്രകാശ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകത്തിൽ കൂടെ പറയും. പിന്നെ തിലക് സോഷ്യൽ കോൺഫറൻസ് നടത്തിയിട്ട് അത് പൂനെയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു. പൂർവജനിക് സഭ എക്സ്ട്രീമിസ്റ്റിലെയും മോഡറേറ്റ്സിനെയും ക്യാപ്ചർ ചെയ്യുന്നു. ശിവജി ഫെസ്റ്റിവൽ നടത്തുമ്പോഴത്തേക്കും അവിടെ ഡെക്കാൻ സഭയിലാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അവരുടെ ആക്ഷൻസ് ആണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പാർട്ടീഷൻ, ഇവിടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവസാന കാലഘട്ടമാകത്തേക്കും ഈസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ എന്നുള്ള ഒരു പാർട്ടീഷൻ ആസാമിൽ കൊണ്ടുവരുന്നുണ്ട് ഗവൺമെന്റ്. അതിന്റെ പാർട്ടിസിപ്പേഷൻ എടുക്കുകയും ഈ ബോയ്ക്കോട്ട് ചെയ്യുക, അവരുടെ സാധനങ്ങളെല്ലാം ബോയ്ക്കോട്ട് ചെയ്യുമ്പോൾ, ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ അവർക്ക് അതിന് ഒരു നഷ്ടം വരും. ആ നഷ്ടമാണ് അവരുടെ അടി, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള അടി. പിന്നെ രക്ഷാബന്ധൻ കെട്ടുക, ആരാധൻ എന്ന് പറഞ്ഞ ആ പാർട്ടീഷൻ ബംഗാളിനെ ഈസ്റ്റ് ബംഗാൾ എന്നുള്ളത് ആസാം എന്നുള്ള പാർട്ടീഷൻ ചെയ്യുന്ന ദിവസം ഇവര് കരി ബ്ലാക്ക് ക്ലോത്ത് പിടിച്ച് ആ ദിവസം പാർട്ടീഷൻ ദിവസമാണ് ആരാധൻ എന്നുള്ള ഈ പ്രോഗ്രാം അവർ ചെയ്യുന്നത്. ആക്ടിവിറ്റീസിലാണ് ആക്ടിവിറ്റീസ് ആണ് അവർ ചെയ്യുന്നത്. ബോയ്ക്കോട്ട് ചെയ്യുമ്പോഴത്തേക്കും ചർക്ക ഉപയോഗിച്ച് നമ്മളുടെ ഈ എല്ലാ സാധനങ്ങളും, അതായത് സ്വദേശി എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ, ഇവിടെ സ്വന്തമായിട്ട് നമ്മൾ ക്ലോത്ത് ഉണ്ടാക്കുക, പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക. ബോയ്ക്കോട്ട് എന്ന് വെച്ചാൽ ഉപയോഗിക്കാണ്ടിരിക്കുക. ചർക്ക ഉപയോഗിക്കുക. ചർക്കേനെ നമ്മൾ ഇന്ത്യൻ കൾച്ചറിൽ തന്നെ ചർക്ക നമ്മളുടെ ഒരു നൂല് നൂൽക്കുന്നത്, അതായത്
തുണീനെ അല്ലെങ്കിൽ കോട്ടനെ നൂല് നൂറ്റ് നമ്മൾ അതിനെ കൊണ്ടുവരികയാണ് അവിടെ കൊണ്ടുവരുന്നത്. പിന്നെ സ്വദേശി മേളാസും ഫെയർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന പോലെ എക്സിബിഷൻ, ഇപ്പൊ ഫ്ലവർ എക്സിബിഷൻ നടക്കുന്നുണ്ട് അതേമാതിരി. അപ്പൊ ഇങ്ങനെ അവരുടെ സാധനങ്ങളെ നമ്മൾ മേടിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ അവരുടെ സാധനങ്ങളെ നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? അവർക്ക് ധനത്തിൽ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികം അടയ്ക്കും. ആ സാമ്പത്തികത്തിൽ കൂടെ അവർക്ക് ഒരു തിരിച്ചടി നൽകാനാണ് നമ്മളുടെ കോൺഗ്രസ് മുഴുവനും വിചാരിച്ചത്. പിന്നെ കൽക്കട്ടയിലെ പോട്ടറീസ് ഉണ്ട്, ബംഗാളിലെ കെമിക്കൽ ഫാക്ടറീസ് ഉണ്ട്, ബംഗാലക്ഷ്മി കോട്ടൺ മിൽസ് ഉണ്ട്, മോഹിനി മിൽസ് ഉണ്ട്. ഇതൊക്കെ നാഷണൽ ലെവലിൽ അവര് പുതിയതായിട്ട് ഉണ്ടാക്കുകയാണ്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് എന്നുള്ള ക്ലോത്ത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് പോട്ടറി കൊണ്ടുവരേണ്ട ആവശ്യം? ഈ ഫാക്ടറീസ് നമ്മളുടെ ആൾക്കാർക്ക് ഈ പണിയൊക്കെ ചെയ്യാൻ അറിയുന്നവരല്ലേ. അതുകൊണ്ട് ഈ ഫാക്ടറീസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാധനങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുക, ഇൻഡിജീനിയസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ അവർക്ക് ഒന്നും വരില്ല, അവർക്ക് ഇറക്കുമതി കൊണ്ടുവരാൻ പറ്റില്ല. അതേമാതിരി സ്വദേശി ബാങ്ക് ഉണ്ടാക്കുന്നു. അതായത് സ്വദേശി ബാങ്ക് എന്ന് വെച്ചാൽ കർഷകന് ആവശ്യമുള്ളപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ തന്നെ ബാങ്കിന്റെ ഫോമിൽ വന്ന് അവർക്ക് ധനസഹായം കൊടുക്കുക. അപ്പോ സ്റ്റീം എഞ്ചിൻ കൊണ്ടുവരുന്നു. ഇതൊക്കെ കൊണ്ടുവന്ന് വരുമ്പോഴത്തേക്കും ഇവിടെ ഈ നമ്മളുടെ സ്വദേശത്തിൽ സ്വയം നമ്മൾ എത്രത്തോളം പ്രാപ്തരാകാൻ പറ്റും? പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളും നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ മേടിക്കുമ്പോൾ പണം അവരുടെ ട്രഷറിയിലേക്കാണ് പോകുന്നത്, ഖജനയിലേക്കാണ് പോകുന്നത്. അവർക്ക് ആണ് ലാഭം. ആ ലാഭത്തിനെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്വദേശി സാധനങ്ങൾ ഉപയോഗിക്കാനായിട്ട് എൻകറേജ് ചെയ്യാനും ആ കാലഘട്ടത്തിൽ കൂടുതൽ ആൾക്കാർ ഈ പോട്ടറീസിലും അതേമാതിരി കെമിക്കൽസിലും ഫാക്ടറിയിലും നാഷണൽ സ്റ്റാൻഡേർഡ് തോൽ വ്യവസായം, ബാങ്ക്, ഇൻഷുറൻസ് ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇനി റെവല്യൂഷണറി നാഷണലിസം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഈ സ്വരാജ് സ്ട്രഗിളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് മുഴുവനും വന്ദേ മാതരത്തില് പബ്ലിക് പ്ലേസിൽ, മാതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നുള്ള അർത്ഥം. ഇവിടെ ഈ ഗവൺമെന്റ് സ്റ്റാഫ് ഒക്കെ അതേമാതിരി കുട്ടികളായാലും ശരി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഷൗട്ടിങ്സ് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പായിട്ടുള്ള ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ജാഥയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവരെയൊക്കെ പുറത്താക്കുക, സ്കൂളിൽ നിന്ന് പുറത്താക്കുക, സ്റ്റുഡൻസിനെ ഫൈൻ അടിക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റ് സ്റ്റാഫിലൊക്കെ അവർക്ക് ജോലി പോകും, ഡിസ്മിസൽ വരും. പിന്നെ അത് കൂടാണ്ട് ഗൂർഖാസിനെ കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു ഗ്രൂപ്പ് ഗൂർഖാനെ കൊണ്ടുവരുന്ന ബാരിസലിനെ കൊണ്ടുവന്ന് ഈ പോലീസുകാർക്കും ഒഫീഷ്യൽസിനും നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, സൈലന്റ് ആയിട്ടുള്ള പെർമിഷനാണ്. അതായത് ജാഥ കൊണ്ടുവരുന്നവരെ അടിക്കുകയോ അല്ലെങ്കിൽ ചവിട്ടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്നുള്ള ഒരു ലെവലിലേക്ക് ആ റെവല്യൂഷണറി അങ്ങനെ അവരുടെ മനസ്സിലേക്ക് ആ ഒരു ഉദ്ദേശം കൊടുത്തിട്ടാണ് ഈ നാഷണലിസത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാല് ഈ സ്വദേശി മൂവ്മെന്റില് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പെറ്റീഷനിങ് ആൻഡ് പ്രേയറിൽ കൂടെ നമ്മൾ എന്തിനാണ് ഈ പെറ്റീഷനും പ്രേയറും കൊടുക്കുന്നത്? എഴുത്ത് മുഖാന്തരം നമുക്ക് ഈ പ്രശ്നമുണ്ട്, ഈ സ്വദേശി നമ്മൾ ഈ ബോയ്ക്കോട്ട് സമയത്തിൽ നമ്മൾ എല്ലാവരും കാണുക, ഈവൻ എല്ലാ ആൾക്കാരും വന്ന് ഫോറിൻ ക്ലോത്തിനെ കൊണ്ടുവന്ന് കത്തിക്കുക, അതേമാതിരി അവരുടെ സാധനങ്ങൾ നശിപ്പിക്കുക. അപ്പോൾ ഈ പെറ്റീഷൻ ഞങ്ങൾക്ക് ഇത് നിങ്ങളുടെ സാധനങ്ങൾ വേണ്ട, നമുക്ക് ഹോം ചാർജസ് ഉണ്ടായിരുന്നു, വേണ്ട നിങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ സാധനങ്ങൾ ഉപയോഗിച്ചോളാം, ചർക്കയിൽ കൂടി ഞങ്ങൾ ഉപയോഗിച്ചോളാം. ഗാന്ധിജി മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ കോൺഫറൻസിനൊക്കെ പോയിട്ടുമ്പോൾ ഈ ഗാന്ധിജിനെ പറഞ്ഞത് ഹാഫ് നേക്കഡ് ഫക്കീർ എന്നാണ്. അതായത് പുള്ളി ധരിച്ചിരുന്ന ഒരു ക്ലോത്ത് സ്വയം നെയ്തെടുത്ത ഒരു ക്ലോത്ത് ധരിച്ചാൽ മതി, ആ ക്ലോത്തിൽ അഭിമാനം കാണുക എന്നാണ് ഉദ്ദേശം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അല്ലാണ്ട് പുറത്തുനിന്ന് കൊണ്ടുവന്ന സൂട്ട് ബൂട്ട് ഇട്ടിട്ട് നമ്മൾ നന്നാക്കാൻ പോകുന്നില്ല. നമ്മൾ അങ്ങനെ പുറത്തുനിന്നുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ നമ്മളുടെ പണം അങ്ങോട്ട് പോകുന്നു. അപ്പൊ ഈ കാര്യങ്ങളിനെ എതിർത്ത് നമ്മൾ പെറ്റീഷനിൽ പറയാണ്. ഇത് വേകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്, അതേമാതിരി ഞങ്ങളുടെ കൃഷിയിൽ നിങ്ങൾ തലയിടണ്ട, ഓരോ രാജ്യത്തിലും ഓരോ ഭാഗത്തിലുമുള്ള ടാക്സില് കരം പിരിക്കലില് തലയിടണ്ട. ഇതൊക്കെ നമ്മൾ
വളരെ ഡീസന്റ് ആയിട്ട് തന്നെ പ്രേ എന്ന് പറയുന്നത്, പെറ്റീഷനിങ് ആൻഡ് പ്രേയിങ് ഉദ്ദേശിക്കുന്നത് താഴ്മയോടെ പ്രാർത്ഥനയോടെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തലയിടാണ്ടിരിക്കും നമ്മളെ പറയുന്നതാണ്. പക്ഷെ ഇത് മാത്രമല്ലല്ലോ, ഇതിന്റെ കൂടെ ഇന്ന് ഞങ്ങൾക്ക് കൺസെഷൻസ് ഓരോരുത്തർക്കും. ഇപ്പോ കൃഷിക്കാരന് അയാളുടെ കൃഷി സ്ഥലത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റർ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വെള്ളമില്ല, അല്ലെങ്കിൽ കൂടുതൽ വെള്ളം വന്നു, അപ്പോൾ ഗവൺമെന്റ് ഒരു ടാക്സ് പിരിക്കുന്നതിൽ നിന്ന് കുറയ്ക്കണം. അതാണ് കൺസെഷൻ. ഇത്രയും ഒരു നാച്ചുറൽ കലാമിറ്റി വന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വന്നാലും വിരോധമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ടാക്സ് കരം പിടിക്കണം എന്നുള്ളത് പാടില്ല. പിന്നെ ഈ ഞങ്ങളുടെ ഭാഷ മൂവാന്തരം, ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളുടെ ഭാഷയിൽ കൂടെ ഞങ്ങൾ പഠിപ്പിച്ചോളാം. അപ്പൊ എല്ലാ സ്വദേശി എന്നുള്ള മൂവ്മെന്റ് വളരെ സ്പ്രെഡ് ആവുകയാണ്. സ്പ്രെഡായത് ആദ്യത്തെ കാലഘട്ടത്തിൽ അതങ്ങനെ സ്പ്രെഡായി വരുമ്പോഴാണ് ഈ മെത്തേഡ്, ഡീസന്റ് ആയിട്ടുള്ള മെത്തേഡാണ് പെറ്റീഷനിങ്. റിട്ടൺ ഫോമിൽ എഴുതി കൊടുത്ത ശേഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അവര് നല്ല ഡിസിഷൻ എടുക്കും എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ നമ്മൾ ഇരിക്കുക, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കൺസെഷൻ കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും കുറവ് കിട്ടും എന്നുള്ളത്. അത് കഴിയാണ്ടാകുമ്പോൾ കുറച്ച് വരുമ്പോഴത്തേക്കും നിങ്ങൾ പിന്നെ ഓരോരുത്തരുടെയും ഗവൺമെന്റിന്റെ ചൂഷണം സഹിക്കാണ്ടാവുമ്പോഴും അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുമ്പോഴാണ് ഈ റവല്യൂഷണറി ഐഡിയാസ് മനസ്സിൽ വരുന്നത്. റവല്യൂഷണറി ഐഡിയാസിൽ കൂടെ അവര് ഒരാള് നിങ്ങൾ തല്ലിയാൽ ഞങ്ങൾ 10 പേരെ തള്ളുന്നല്ല. അതായത് വിപ്ലവകരമായ ഒരു നാഷണലിസം വന്നത് എങ്ങനെയാ വെച്ചാൽ ഇവരുടെ അനുഭവം കൊണ്ട് വരുന്നതാണ്. അപ്പൊ ഈ ചാലഞ്ചസില് നമ്മളുടെ ഇന്ത്യയിൽ ആ കാലഘട്ടങ്ങളിൽ നമ്മൾ വളരെ വളരെ വ്യത്യാസമായിട്ട് അനുഭവിച്ചിട്ടുള്ള ദുരന്തങ്ങളാണ്. പാർട്ടീഷൻ അവിടെ ബംഗാളിൽ നമുക്ക് നോക്കുമ്പോൾ പാർട്ടീഷൻ നടത്തുന്നുണ്ട്, 2 പാർട്ടീഷൻ, ഈസ്റ്റ് ബംഗാൾ ആൻഡ് വെസ്റ്റ് ബംഗാൾ. അപ്പൊ ഈ ഈസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ പാർട്ടീഷൻ ചെയ്യണതിന്റെ അർത്ഥം അവിടെ വേറൊന്നുമല്ല, വിത്ത് വിതച്ചതാണ്. അതായത് നമ്മളുടെ ഹിന്ദു മുസ്ലിം യൂണിറ്റീനെ തകിടം മറിക്കാനുള്ള വിത്താണത്. ആ വിത്താണ് പിന്നെ അവസാന കാലഘട്ടത്തിൽ അത് വളർന്ന് 2 നാഷൻ അല്ലെങ്കിൽ രണ്ട് ആ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ ഇല്ല. പാകിസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഇന്ത്യൻ ഭയങ്കര വലിയൊരു സ്ഥലമാണ്, വലിയൊരു സാമ്രാജ്യമായിരുന്നു. അതിനെ ബൈ നേഷൻ പോളിസിയിലേക്ക് കൊണ്ടുവരുന്നത് ബംഗാളിൽ ഇട്ട വിത്ത് മുളച്ചതിന്റെ അവസാന ഫ്രൂട്ടാണ് പാകിസ്ഥാൻ. 1947 നമ്മള് ഇന്ത്യ സമയത്ത് വിഭജിച്ച് കഴിഞ്ഞിട്ട് ഇന്ത്യയിലുള്ള മുസൽമാന് ബംഗാളിലേക്ക് അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോവുക, പാകിസ്ഥാനിലുള്ള ഹിന്ദുസ് ഇങ്ങോട്ട് വരിക, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുക. ജിന്ന പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഗാന്ധിജി ഇതിന് താല്പര്യമേ ഇല്ല, ഗാന്ധിജി നോ എന്ന് പറഞ്ഞാണ്. പക്ഷെ ജിന്നയ്ക്ക് ഒരൊറ്റ നിർബന്ധമായിരുന്നു ഇത് പാർട്ടീഷൻ ചെയ്യണമെന്ന്. അതിനെ സപ്പോർട്ട് ചെയ്യാനും ബ്രിട്ടീഷുകാരും. അവർ തുടക്കം തൊട്ടേ ഇങ്ങനെ വിഭജിച്ച് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റത്തിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ അങ്ങോട്ട് പോവുക, അവിടുത്തെ ആൾക്കാർ ഒരുപാട് ജിന്ന പറഞ്ഞത് ഒന്നില്ലെങ്കിൽ ഇതിന് സമ്മതിക്കുക, അല്ലെങ്കിൽ സിവിൽ വാർ. ഇന്ത്യയിൽ സിവിൽ വാർ ഉണ്ടാകും, സ്വതന്ത്ര രാജ്യത്ത് അതുണ്ടാവും, അതിന് നിങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറാവണം. അപ്പോഴാണ് ഗാന്ധിജി പിന്നെ അവസാനം കാലഘട്ടത്തിൽ ഇന്ത്യ ഫ്രീഡം ആകുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് പുള്ളി മാറിപ്പോവാണ്. കാരണം ഇതിനോടൊന്നും താല്പര്യമില്ല മഹാത്മാഗാന്ധിക്ക്. ഇത്രയും വലിയ ലീഡറായിട്ടും ഇന്ത്യയെ മുറിച്ച് ഒരു 2 നേഷനാക്കാൻ ഉള്ളവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ആ ട്രാൻസ്ഫർ ഓഫ് പവർ സമയത്ത് പുള്ളി ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആവുകയാണ്. നന്ദി, നമസ്കാരം.